ആലത്തൂർ രജിസ്റ്റർ ഓഫീസിന് കീഴിൽ ജനകീയ സമിതി രൂപീകരിച്ചു. ആലത്തൂർ രജിസ്റ്റർ ഓഫീസിൽ നിന്നുള്ള സേവനങ്ങൾ ജനങ്ങളിലേക്ക് കാര്യക്ഷമമായി എത്തിക്കുന്നതിന് പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ജനകീയ സമിതിയുടെ ലക്ഷ്യം. കെ.ഡി. പ്രസേനൻ എം.എൽ.എ. ചെയർമാനും സബ് രജിസ്ട്രാർ ഡി. ബിജു കൺവീനറുമായാണ് ജനകീയ സമിതി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, മെമ്പർ എസ്. ആസാദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി, മെമ്പർ നജീബ്, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി. രാജൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി. ഭവദാസൻ, വാസുദേവൻ തെന്നിലാപുരം, കനകാംബരൻ, ഗോപി, ആധാരമെഴുത്തു പ്രതിനിധി അനന്തരാജൻ എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ജനകീയ സമിതിയുടെ പ്രഥമ യോഗം കെ.ഡി. പ്രസേനൻ എം.എൽ.എയുടെ അധ്യക്ഷതയിൽ ആലത്തൂർ രജിസ്ട്രാർ ഓഫീസിൽ ചേർന്നു. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ വിവിധ തലത്തിൽ ഇത്തരം സമിതികൾ രൂപീകരിക്കുന്നുണ്ട്. ഇപ്പോൾ റവന്യൂ വകുപ്പ് വില്ലേജ് തലത്തിൽ പോലും ജനകീയ സമിതികൾ ഉണ്ടാക്കി നല്ല നിലയ്ക്ക് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിവിധ വകുപ്പുകൾ, കൃഷി വകുപ്പിൻ്റെ ഇത്തരം സമിതികളുണ്ട്. അത് പഞ്ചായത്ത് തലത്തിലുള്ള സംവിധാനമാണ്. രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സബ് രജിസ്ട്രേഷൻ ഓഫീസിൻ്റെ പരിധിയിൽ വരുന്ന പഞ്ചായത്തുകളെ പുറത്തിറക്കിക്കൊണ്ടാണ് ഇത്തരം ജനകീയ സമിതികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഓഫീസ് നിൽക്കുന്ന പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം അംഗങ്ങളായിട്ടുള്ള ഇത്തരം സമിതികൾ, എം.എൽ.എമാർ ചെയർമാൻമാരും സബ് രജിസ്ട്രാർ ഓഫീസർ അതിൻ്റെ കൺവീനറുമായി പ്രവർത്തിക്കുന്ന സമിതിയാണ് ഇപ്പോൾ രൂപം കൊള്ളുന്നത്. രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട് സേവനങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും വേഗതയിൽ ലഭ്യമാക്കാൻ എന്തെല്ലാം നവീകരണ പ്രവർത്തനങ്ങളാണോ ഈ മേഖലയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം ജനങ്ങൾക്കിടയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിനിധികൾക്ക് ഇവിടെ രേഖപ്പെടുത്താം. ആ അഭിപ്രായങ്ങൾ നമ്മുടെ നിർദ്ദേശങ്ങളായി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാം. ഇവിടെ തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന, നമ്മുടെ ഓഫീസ് പരിധിക്കകത്ത് നമുക്ക് നേരിട്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ നമുക്കിവിടെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിയും. UTV ന്യൂസ്, പാലക്കാട്.